പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, തലച്ചോറ് പ്രയോജനപ്പെടുത്തുവാൻ താല്പര്യമുള്ള എല്ലാവരുമേ സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങളുമായി പങ്കിട്ട വീഡിയോയിൽ യേശു തൻ്റെ മാതാവിന്, അമ്മയ്ക്ക് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സങ്കല്പിച്ചു വച്ചിരിക്കുന്നത് പോലെയുള്ള പ്രത്യേകമായ ഇടം അല്പം പോലും അനുവദിച്ചിരുന്നില്ല എന്ന അടിസ്ഥാന തത്വം, പ്രകടമായ യാഥാർത്ഥ്യം ഞാൻ പങ്കിട്ടതായി നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കും. അതിനോട് പലവിധമായ പ്രതികരണങ്ങൾ വന്നു. ആ പ്രതികരണങ്ങളിലൊക്കെയും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ വളരെ സശ്രദ്ധം ഞാൻ പരിഗണിക്കുകയുണ്ടായി. ആ വീഡിയോകളിലെ ഉള്ളടക്കം പലരെയും അത്ഭുതപ്പെടുത്തി എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രതികരിച്ച ആരും തന്നെ ഞാൻ പറഞ്ഞ കാര്യം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. എങ്കിലും അത് അപ്രകാരം തന്നെ ആണോ എന്ന ഒരു വലിയ അങ്കലാപ്പ് പലരുടെയും പ്രതികരണത്തിൽ പ്രകടമാണ്. ഇതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുള്ള പല വിശ്വാസങ്ങൾക്കും വേദപുസ്തകപരമായ അടിസ്ഥാനമില്ല എന്ന് മാത്രവുമല്ല, യേശു വിഭാവന ചെയ്ത ആത്മീയ അവസ്ഥയ്ക്ക് ഘടകവിരുദ്ധമായ തത്വങ്ങളും സങ്കല്പങ്ങളും പ്രമാണങ്ങളുമാണ് നാം ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ പരിശീലിപ്പിച്ച് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം തന്നെ തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ വിടുതലിന്റെ പ്രക്രിയ ആരംഭിക്കുമെന്നതാണ് എൻ്റെ പ്രതീക്ഷ. 4 സുവിശേഷങ്ങൾ പരിചയമുള്ള ഒരു വ്യക്തിക്ക് പോലും കന്യമറിയാമിനെ ദൈവമാതാവായി സങ്കല്പിക്കാൻ സാധ്യമല്ല. അതിനുതകുന്ന യാതൊരു വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളും വസ്തുതകളും സുവിശേഷങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ സങ്കല്പിക്കുക പോലും ചെയ്യരുത് എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന, അല്ല താക്കീത് നൽകുന്ന ഭാഗങ്ങൾ മാത്രമേ സുവിശേഷങ്ങളിലുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് കന്യാമറിയാമിനെ കയ്യിലെടുത്ത് ഈ മത കച്ചവടത്തിൻ്റെ അമ്മാനം വളരെ സമൃദ്ധമായി പുരോഹിതവർഗം ആടിക്കൊണ്ടിരിക്കുന്നത്? കന്യാമറിയാമിൽ കൂടെ മാത്രമേ കർത്താവിനെ സമീപിക്കാവൂ എന്ന് പറയുന്നത്, കന്യാമറിയാമിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് പ്രത്യേകമായ ആനുകൂല്യം കിട്ടും എന്ന് ധരിപ്പിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ഈ തരുണത്തിൽ എനിക്ക് ലഭിച്ച ഒരു പ്രതികരണം, ഞാൻ വളരെയധികം വിലമതിക്കുന്ന, നല്ലവനായ, വളരെയധികം വിദ്യാഭ്യാസവും ചിന്താശക്തിയുമുള്ള ഒരു കത്തോലിക്ക പുരോഹിതൻ, എനിക്ക് അദ്ദേഹത്തോട് ആത്മാർത്ഥമായ ബഹുമാനമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ പാന്തലൂക്കാരൻ എന്നാണ്. പാന്തലൂക്കാരൻ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ തലയെടുപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, അദ്ദേഹത്തിന് ഫിസിക്സിൽ ജർമ്മനിയിൽ നിന്ന് PhD ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ നേട്ടങ്ങൾ എന്നെ എക്കാലത്തും ബഹുമാനപുരസ്സരം അദ്ദേഹത്തെ ചിന്തിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, വളരെ മുന്നോട്ട് കടന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു വിധത്തിലും അദ്ദേഹത്തോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ല. ഈ നിമിഷം വരെയും ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുവെങ്കിലും ഒരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തെ നന്നേ വിഷമിപ്പിച്ചു എന്നത് അദ്ദേഹം പ്രകടമാക്കി. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, കാനാവിലെ കല്യാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു തൻ്റെ മാതാവിനോട് പരുഷമായി സംസാരിച്ചു. അത് വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് 2 പക്ഷമില്ല. എന്നാലും
യേശു തൻ്റെ മാതാവ് പറഞ്ഞത് കൊണ്ടാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഈ ശ്രേഷ്ഠനായ ബൗദ്ധിക വികാസം പ്രാപിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ബഹുമാനം അർഹിക്കുന്ന ഒരു പുരോഹിതന്റെ കണ്ണിൽ കൂടെ നോക്കിയാലും യേശു ആ ഒരു കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിൽ അവരോട് ആർദ്രത കൊണ്ട് പ്രതികരിച്ചതിൻ്റെ ഏക കാരണം മാതാവിൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ്. കന്യമറിയാം റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ യേശു അവരുടെ പ്രതിസന്ധിയിൽ അവരെ കൈയൊഴിയുമായിരുന്നു എന്നതാണ് ഫാദർ പാന്തലൂക്കാരൻ്റെ പക്ഷം. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കന്യമറിയാമിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും യേശുവിനോട് പറഞ്ഞാൽ തുല്യമായ പ്രാധാന്യം കൽപ്പിച്ച് യേശു അത് പരിഗണിക്കുകയും തക്കതായ ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും എന്നാണ് സുവിശേഷങ്ങളെ പരിചയമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും സുവിശേഷത്തിൽ, 4 സുവിശേഷത്തിൽ എവിടെയെങ്കിലും കന്യമറിയാം റെക്കമെൻഡ് ചെയ്തിട്ട് യേശു ഒരു കാര്യം ചെയ്തതായിട്ട് കാണിക്കാമോ? ഈ ഒരു സംഭവമല്ലാതെ. ഇപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്ന സാഹചര്യത്തിൽ കന്യമറിയാം ഇടപെട്ട ശേഷം പിന്നെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കുക, ഒരിക്കൽ പോലും കന്യമറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ട്? കന്യമറിയാം ബുദ്ധിയുള്ളവളായതുകൊണ്ട്. കന്യമറിയാം പെട്ടെന്ന് പഠിക്കേണ്ട ഗുണപാഠങ്ങൾ പഠിക്കുവാൻ കഴിവുള്ളവളായതുകൊണ്ട്. കന്യമറിയാം സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയാനുള്ള കേൾപ്പുള്ള മഹനീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായതുകൊണ്ട്. ഈ ഒരു അനുഭവത്തിന് ശേഷം ഒരിക്കൽ പോലും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലും അറിഞ്ഞോ അറിയാതെയോ കന്യമറിയാം ഇടപെട്ടിട്ടില്ല എന്നതാണ് വളരെ പ്രകടമായ, ഒരു വിധത്തിലും ചോദ്യം ചെയ്യുവാൻ സാധിക്കാത്ത വേദപുസ്തക സത്യം. എന്നിട്ടും ഇത്രമാത്രം പരിജ്ഞാനവും ചിന്താശക്തിയും അറിവും എന്നെക്കാൾ ഒത്തിരി മുൻപ് സഞ്ചരിക്കുന്ന ഫാദർ പാന്തലൂക്കാരൻ പോലും പറയുന്നത്, മാതാവിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലായിരുന്നെങ്കിൽ യേശു ഈ പ്രതിസന്ധിയിൽ അവരെ സഹായിക്കുമായിരുന്നില്ല എന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശുവിൻ്റെ മാതാവ് പോയിട്ട് അവിടെ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനായി നിന്നിരുന്ന വേലക്കാരിൽ ആരെങ്കിലും യേശുവിനോട് ഈ കാര്യം ഉണർത്തിച്ചാൽ യേശു തീർച്ചയായും ഈ പ്രതിസന്ധിയിൽ ആ കുടുംബത്തെ കൈപിടിക്കുമായിരുന്നില്ല എന്നതാണ് സത്യം. അതല്ല എന്ന് തെളിയിക്കാൻ ആരുടെയെങ്കിലും പക്ഷത്ത് ഏതെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. ഞാൻ അത് സ്വീകരിക്കുകയും എൻ്റെ നിലപാട് തിരുത്തി എല്ലാവരോടും മാപ്പപേക്ഷിച്ച് ഒരു പുതിയ വീഡിയോ ഇടുവാൻ സന്നദ്ധനാണ്. ഇത് ഞാൻ ഫാദർ പാന്തലൂക്കാരനോടും കൂടെ ബഹുമാന പുരസ്സരം പറയുകയാണ്. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി അള്ളിപ്പിടിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉയർത്തുവാൻ ഉദ്ദേശിക്കുന്ന, നാം ഏവരും ചേർന്ന് ചിന്തിക്കേണ്ട പ്രത്യേകതയുള്ള, ശ്രദ്ധ അർഹിക്കുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് വചനവിരുദ്ധമായ കാര്യങ്ങൾ, യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ 100% റദ്ദാക്കുന്ന കാര്യങ്ങൾ ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ് എന്നൊരവസ്ഥയിലേക്ക് നാം വഴുതിപ്പോയത്? ഇത് നാം ചിന്തിക്കേണ്ട വിഷയമാണോ അല്ലയോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. യേശു നൽകിയ മാതൃക, ചെയ്ത പ്രബോധനങ്ങൾ, എടുത്ത നിലപാടുകൾ, കൈക്കൊണ്ട സമീപനങ്ങൾ, ഇവയ്ക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതം ഊന്നി നിൽക്കേണ്ടത്, ആശ്രയിച്ച് നിൽക്കേണ്ടത് എന്ന ഒരവസ്ഥ എങ്ങനെയാണ് നമ്മുടെ മധ്യത്തിൽ ഇടം പിടിച്ചത്?
അതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ലക്ഷ്യമാണ്, ഇത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതിനു മുമ്പ് മറ്റൊരു ചോദ്യം ഉന്നയിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് യേശു തൻ്റെ മാതാവിനെയും തൻ്റെ സഹോദരങ്ങളെയും തൻ്റെ പിതാവിനെയും തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു ഭാഗത്തും ഒരിടത്തും ഒരു വശത്തിലും കൈ കടത്തുവാൻ അനുവദിക്കാതിരുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാനുഷികമായ ചാവല്യങ്ങളെപ്പറ്റി യേശുവിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അത് ഒരു കുടുംബത്തിൻ്റെ കുത്തക അവകാശമായി തീരും. എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് വിശുദ്ധന്മാരും വിശുദ്ധമതികളുമായ വ്യക്തികളുടെ ജീവചരിത്രം, ബയോഗ്രഫി അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വളരെ ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു സാഹിത്യ വിഭാഗമാണ് ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വിശുദ്ധനായ വ്യക്തിയുടെ അല്ലെങ്കിൽ വിശുദ്ധയായ സ്ത്രീയുടെ മകനോ മകളോ അടുത്ത വിശുദ്ധയായി എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. ചരിത്രത്തിൽ നിങ്ങളൊരു 7000 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും വിശുദ്ധനായ ഒരു വ്യക്തിക്ക് പിറന്ന മകനോ മകളോ വിശുദ്ധയായി എന്ന് കേട്ടിട്ടുണ്ട്? അല്ലെങ്കിൽ ഇന്നയാൾ വിശുദ്ധനാണ്, അല്ലെങ്കിൽ ഇന്ന സ്ത്രീ വിശുദ്ധയാണ്, അതുകൊണ്ട് അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് തീർച്ചയായും വിശുദ്ധയായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്? ആത്മീകമായ മേന്മ, ദൗത്യം, ദൈവികമായ കൃപ, ഈ ലോകത്തിലെ മർമ്മമായ കുടുംബസ്വത്ത് എന്ന് പറയുന്ന ഈ ഒരു തത്വത്തിന് യോജിക്കുന്നതല്ല, അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. ദൈവം മനുഷ്യരെ കാണുന്നത് വ്യക്തികളായിട്ടാണ്. കാരണം എന്താണ്? മനുഷ്യൻ്റെ അവസ്ഥയും ആവശ്യങ്ങളും വ്യക്തിപരമാണ്. നിങ്ങളൊരു CSIക്കാരനാണ്, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരനാണ്, മാർത്തമാക്കാരനാണ്, പെന്തക്കോസ്തുകാരാണ്, എന്താണെന്ന് വെച്ചോ. നിങ്ങൾക്ക് പനി വരുന്നത് നിങ്ങൾ പെന്തക്കോസ്തുകാരനായതുകൊണ്ടോ CSIക്കാരനോ ആയതുകൊണ്ടോ അല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യാശ വേണ്ടത് ഒരു മാർത്തവക്കാരനായിട്ടോ ഒരു യാക്കോബക്കാരനായിട്ടോ കത്തോലിക്കനായിട്ടോ അല്ല, ഒരു വ്യക്തിയായിട്ടാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ഇന്ന സഭയുടെ അംഗമായിട്ടല്ല, നിങ്ങളെ ഒരു വ്യക്തിയായി, പ്രത്യേകതയുള്ള വ്യക്തിയായി ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യം 100% മാറ്റിവെച്ചിട്ട് ജനങ്ങളെ ആട്ടിൻകൂട്ടവും പോലെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ദുരവസ്ഥയിലാണ്. നിങ്ങൾ സുവിശേഷങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ യേശുക്രിസ്തു വ്യക്തികളെ കൂട്ടമായി പരിഗണിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും രോഗശാന്തി വരട്ടെ എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഓരോ വ്യക്തിയെയും കണ്ട് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു ദൈവ പൈതൽ എന്ന വിധത്തിൽ അവനോടോ അവളോടോ ഇടപെട്ട് അവർക്ക് ആശ്വാസവും വിടുതലും സൗഖ്യവും നൽകുന്ന ചരിത്രമാണ് സുവിശേഷം. പക്ഷെ സഭ അങ്ങനെയല്ല. എല്ലാവരെയും ഒരു കൂട്ടമായിട്ടാണ്. വ്യക്തി പ്രസക്തമല്ല, വ്യക്തിക്ക് ഇവിടെ ഇടമില്ല. കൂട്ടം. ക്രിസ്ത്യാനി ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിൽ ഏലിയാമ്മ. ക്രിസ്ത്യൻ സ്ത്രീകളെല്ലാം ആൾക്കൂട്ടത്തിൽ ഏലിയാമ്മയും ക്രിസ്ത്യൻ പുരുഷന്മാരെല്ലാം ആൾക്കൂട്ടത്തിൽ ഔറാച്ചന്മാരുമാണ്. വ്യക്തികളായി നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല, ഒരു പ്രത്യേകതയുമില്ല. നിങ്ങളുടെ അവസ്ഥ ആർക്കും അറിയാൻ കടമയുമില്ല. കാരണം നിങ്ങളെ വ്യക്തികളായി അറിഞ്ഞ് നിങ്ങളുടെ അവസ്ഥയുടെ ചുമതല ഏറ്റെടുക്കാൻ ഇമ്മിണി പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങളെ ഒരു കൂട്ടമായി പരിഗണിച്ച് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരംശം പറ്റാൻ വളരെ എളുപ്പമാണ്. നല്ല ആദായമുള്ള കച്ചവടമാണ്. വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ ആരെയെങ്കിലും വ്യക്തിപരമായി അറിഞ്ഞാൽ ആ വ്യക്തിയുടെ ആവശ്യങ്ങളിലും അവസ്ഥകളിലും സഹകരിക്കേണ്ടി വരും. എന്നാൽ ഒരു വ്യക്തിയെ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായി മാത്രം അറിഞ്ഞാൽ
ആ വ്യക്തിക്ക് ആവശ്യങ്ങളുമില്ല, അവസ്ഥകളുമില്ല. ആകെ പിന്നെ ഉള്ളത് പോക്കറ്റ് മാത്രമാണ്. ഇതാണ് ഇന്നത്തെ തത്വം. സത്യമറിയാൻ ധൈര്യമുള്ളവർ അത് തിരിച്ചറിയട്ടെ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോക്രാം പീച്ചുകൾ മതജീവിതത്തിൽ കൊണ്ട് വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ പ്രാകൃത സ്വഭാവത്തിന് അനുയോജ്യമായ അസത്യങ്ങളിൽ കൂടെ മാത്രമേ അവനെ സ്വാധീനിക്കാനും വശീകരിക്കാനും ചൊൽപ്പടിയിൽ നിർത്തുവാനും സാധിക്കുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ദൈവികമായ ദാനങ്ങൾ പൈതൃകമല്ല, ആൻസെസ്ട്രൽ അല്ല എന്ന് ദയവായി മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ദൈവത്തെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവായി കാണണമെന്ന് യേശു പഠിപ്പിച്ചത്. നിങ്ങളുടെ ഈ ലോകത്തിലെ പിതാക്കന്മാരിൽ നിന്ന് ആത്മീയമായ പൈതൃകം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആവശ്യമില്ല. നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അംശങ്ങൾ പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. എന്നാൽ അതിന് പകരം എല്ലാ ക്രിസ്തീയ സഭകളും ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്നത് പാരമ്പര്യത്തിനാണ്. നമ്മുടെ ദൈവം ദൗർഭാഗ്യവശാൽ നമ്മുടെ ദൈവം പാരമ്പര്യമാണ്. ഇത് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ടാണ് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി അവതരിപ്പിച്ചത്. കാരണം ഈ സ്വർഗസ്ഥനായ എന്ന വിശേഷണം കൊണ്ട് മനസ്സിലാക്കേണ്ടത്, മനുഷ്യനിർമ്മിതമായ ഒരു പാരമ്പര്യത്തിലും ദൈവസങ്കല്പത്തെ നിങ്ങൾ ഒതുക്കരുത്, അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നതാണ്. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യത്തെ വിട്ട് അല്പം പോലും, ഒരു നിമിഷം പോലും ജീവിക്കാനോ ചിന്തിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ആ മനസ്ഥിതി കൊണ്ട് നോക്കുമ്പോഴാണ് യേശുവിനെ പ്രസവിച്ച മറിയാം, അവളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ കേന്ദ്രബിന്ദു നമ്മൾ ചിന്തിക്കുന്നത്. ഇത് മാനുഷികമായ ചാപല്യമാണ്, മാനുഷികമായ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഇത് തെറ്റിദ്ധാരണയാണെന്ന് പോലും അവർക്ക് മനസ്സിലാകത്തത്. കാരണം എല്ലാവരും ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു മകൻ നല്ല ഒന്നാന്തരം ഫുട്ബോൾ കളിക്കാരനാണെന്ന് വിചാരിച്ചു. റൊണാൾഡോയെ പോലെയോ മെസ്സിയെ പോലെയോ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കാരനാകണമെന്നില്ല. നിങ്ങൾ വലിയ ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ ചെറുപ്പത്തിലെ കുഞ്ഞിനെ പരിശീലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതേസമയം ഇപ്പോൾ കേരളത്തിൽ സഞ്ജു സാംസൺ വലിയ പേരാണ്. അതുകൊണ്ട് സഞ്ജു സാംസന്റെ അപ്പനെ കൊണ്ട് ഏതെങ്കിലും ക്രിക്കറ്റ് ടീമിന് കളിപ്പിക്കും. നിങ്ങൾ എന്താണ് വിചാരിക്കുക? ഭൗതികമായ കാര്യത്തിൽ പോലും ഈ മർമ്മം അപ്രസക്തമാണെങ്കിൽ, അസ്ഥാനത്താണെങ്കിൽ എങ്ങനെയാണ് ആത്മീയമായ കാര്യത്തിൽ ഉണ്ടാകുക? ഇപ്പോൾ നിങ്ങളുടെ മകനെ നിങ്ങൾ വലിയ ക്രിക്കറ്ററാക്കണമെന്ന് താല്പര്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഈ നമ്മുടെ ധാരണയനുസരിച്ച് നോക്കിയാൽ നിങ്ങളുടെ മകനെ കൊണ്ടുവന്ന സഞ്ജു സാംസന്റെ അപ്പൻ്റെ കാലിലിരുത്തിയിട്ട് നിങ്ങൾ പറയും, അല്ലയോ സഞ്ജു സാംസന്റെ അപ്പനായ മിസ്റ്റർ സോ ആൻഡ് സോ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, നിങ്ങളുടെ കാല് എൻ്റെ കുഞ്ഞിൻ്റെ തലയിലൊന്ന് വെച്ചാട്ട് എന്ന് നിങ്ങൾ പറയും. അങ്ങനെ വെച്ചാൽ വല്ല ഗുണവുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കോക്കാമ്പീച്ചയാണ് കൈവെപ്പ്, അപ്പോസ്തോലികമായ കൈവെപ്പ് എന്ന് പറയും. അതായത് അപ്പോസ്തലൻ ആരുടെയോ തലയെ കൈവച്ചു, അപ്പോസ്തലൻ ആരുടെയെങ്കിലും കൈവച്ചായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം പച്ചക്കള്ളമാണ്. അപ്പോൾ ആ ആളിൻ്റെ കൈ വേറൊരാളുടെ തലയിൽ വന്നു, ആ ആളുടെ കൈ വേറൊരാളുടെ തല, അങ്ങനെ തല കൈയിൽ വന്ന്, കൈ തലയിൽ വന്ന്, തല കൈ വന്ന്, ഇങ്ങനെ വന്ന് 2000 വർഷം കഴിഞ്ഞിട്ടും അപ്പോസ്തലന്റെ കൈ മാറത്തില്ല. ഇത് വെറും മാനുഷികമാണ്. ഒരു പുരോഹിതന്റെയോ മെത്രാന്റെയോ കൈ നിങ്ങളുടെ തലയിൽ വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ നിങ്ങൾ തികച്ചും മന്ത്രവാദത്തിലാണ് വിശ്വസിക്കുന്നത്. യേശുവിനെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിച്ചു. ഈ ലോകത്തിലെ യാതൊരു ഘടകത്തിന് അവിടെ പ്രസക്തിയില്ല, അവന് സ്ഥാനമില്ല. അതാണ് എൻ്റെ അർത്ഥം. ഈ കൈവെപ്പിൽ കൂടെ 2000 വർഷം ഈ വീര്യം നീണ്ടു നിൽക്കണമെന്ന് പറയണമെങ്കിൽ ഇത് ഭ്രാന്താണ്. ഇതെല്ലാം ഒരേ മർമ്മമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക. അപ്പോൾ കുടുംബപരമായ ഏതോ മർമ്മം, ജനറ്റിക്സ്, സ്പിരിച്വാലിറ്റി ജനറ്റിക്സിൽ കൂടെയാണ്. അപ്പൻ്റെയും അമ്മയുടെയും ജീൻസ് ഇങ്ങനെ ഓടുന്നത് കൊണ്ടാണ് യേശു ഇപ്രകാരമായെന്ന് പറയണമെങ്കിൽ അയ്യോ കഷ്ടം, അല്ലാതെ ഞാനത് പറയാം.
ഇനിയും എന്തുകൊണ്ടാണ് ഇപ്പോൾ യേശു എന്തുകൊണ്ടാണ് തൻ്റെ മാതാവിനെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഇതിൽ നിന്ന് ദൂരെ മാറ്റി വെച്ചത് എന്ന് നാം മനസ്സിലാക്കും. മാനുഷികമായ മർമ്മത്തിനെ ആശ്രയിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇടമല്ല ഇത്. ഇവിടെ ദൈവഹിതം മാത്രം ഏറ്റവും ഉന്നതമായി പരിപൂർണമായി നിയന്ത്രിക്കുകയും നടത്തി ഭരിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. ഭൗതികമായ ഒരു മർമ്മത്തിനും ഇവിടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് യേശു തൻ്റെ മാതാപിതാക്കന്മാരോട് കരുതലില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നല്ല. എന്നാൽ അവരിൽ കൂടെ ഈ ഭൗതികമായ മർമ്മം ആത്മീയമായ മേഖലയിൽ നുഴഞ്ഞു കയറുകയും അതിനെ കോളനിവൽക്കരിക്കുകയും ചെയ്യരുത് എന്ന കരുതൽ കൊണ്ടാണ് തൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലും യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പെടുത്താതിരുന്നത്, അവരെ മാറ്റി നിർത്തിയത്. അത് കന്യമറിയാമിനെ പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാനായിലെ കല്യാണത്തിലെ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ഒരൊറ്റ അനുഭവത്തിൽ നിന്ന് ഗുണപാഠം പഠിച്ച് പിന്നെ ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും കന്യമറിയാൻ ഇടപെട്ടിട്ടില്ല എന്നത് നമ്മെ തുറിച്ചു നോക്കുന്ന വചന സത്യമാണ്. പക്ഷെ ഇന്നും കന്യമറിയാമിനെ കൊണ്ട് കുരങ്ങ് കളിപ്പിച്ച് കോടികൾ കൊയ്യുന്ന ആളുകൾ പറയുന്നത് കന്യമറിയാമിൽ കൂടെ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, ആ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വല്ലതും കിട്ടത്തുള്ളൂ. ഇത് അന്ധവിശ്വാസമാണ് എന്നെന്താണ് ഞാൻ തിരിച്ചറിയുന്നത്. അത് വളരെ പ്രകടമായ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒളിച്ചുകളിയുമില്ല, മറച്ചുവെക്കലുമില്ല. ഇത് വളരെ പകൽ പോലെ സ്പഷ്ടമാണ്. പക്ഷെ അത് കാണാതെ പോകത്തക്കവണ്ണം നമ്മുടെ കണ്ണ് മൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നും കൂടെ സൂചിപ്പിച്ച് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യേശു പഠിപ്പിച്ച ഒരു സുപ്രധാനമായ മർമ്മം ഇവിടെ മറഞ്ഞിരിക്കുന്നു. യേശു പറയുന്നത് ആത്മീയമായ വഴിയിൽ കൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഭൗതികമായ നേട്ടം ഉണ്ടാകണമെന്നില്ല. അതാണ് യേശു പറഞ്ഞത്. ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് നിങ്ങൾ സേവിക്കരുത്. കാരണം മതമേഖലയിൽ എക്കാലത്ത് മനുഷ്യൻ ചെയ്തത് മാമോന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ദൈവത്തോടുള്ള ഭക്തി നാം പ്രകടിപ്പിക്കുക. ഇതൊരു വലിയ ആഭാസത്തരമാണ്, ഇതൊരു വിരോധാഭാസമാണ്. തികച്ചും പരസ്പര പൊരുത്തമില്ലാത്ത രണ്ട് മർമ്മങ്ങൾ, ദൈവവും മാമോനും. എന്നാൽ അതിൽ ഒന്നിൻ്റെ പ്രയോജനം അനുഗ്രഹം, നേട്ടം, ലാഭം കൊയ്യാനാണ് മറ്റതിനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ മാമോന്റെ അനുഗ്രഹം കിട്ടാനാണ് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. ഇത് തികച്ചും ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത പൊട്ടത്തരമാണ്, മൊണ്ണത്തരമാണ്, ആഭാസത്തരമാണ് എന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ വഴിയെ സഞ്ചരിച്ച ഇത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ എന്ന് നമ്മൾ പാടാറുമുണ്ട്. പക്ഷേ എന്ന് പാടിയിട്ട് ഏറ്റവും വിശാലതയുള്ള അവസ്ഥ പ്രാപിക്കാനാണ് നാം ഈ ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നത് എന്നത് ശുദ്ധ മണ്ടത്തരമാണ്. യേശു പറഞ്ഞു, ഭാഗ്യവചനങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, നിങ്ങൾക്ക് കഷ്ടപ്പാട് വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും മറ്റുള്ളവർ നിങ്ങളെ ദുഷിക്കുകയും പകയ്ക്കുകയും എല്ലാ കള്ളങ്ങളും എനിക്ക് വേണ്ടി നിങ്ങളെ അടിസ്ഥാനരഹിതമായി ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും. യേശു പറഞ്ഞു, ഞാൻ തലചായ്ക്കാൻ ഇടമില്ലാത്തവനാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വൃഥാ ലഭിച്ചു വൃഥാ കൊടുപ്പീൻ, ലാഭേച്ഛ കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എവിടെയെങ്കിലും ഭൗതികമായ താല്പര്യത്തിൽ എന്തെങ്കിലും ചെയ്താൽ അതിൽ ദൈവികമായ യാതൊരു വെളിച്ചവും ഉണ്ടാകുകയില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ സത്യമാണ്. അതുകൊണ്ട് പണക്കൊതി മൂത്ത് നിങ്ങളുടെ അടുത്ത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞു വരുന്നവരെ ആ സമയത്ത് തിരിച്ചറിയുകയും ഒന്നിൽ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും അല്ലെ അവർ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ അവരെ അന്നേരം പറഞ്ഞു വിടുകയും ചെയ്യണമെന്ന് കർത്തൃനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഇതിനു മുൻപ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, ദൈവവേല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പണം ആശ്രയിക്കാതെയുള്ള വേല മാത്രമേ ദൈവവേലയാകത്തുള്ളൂ. ദൈവവേല ചെയ്യാനായി ദൈവദാസന്മാർ ഇറങ്ങുന്നത് പണക്കൊതി കൊണ്ടാണെന്ന് പറയുമ്പോൾ
നാം എത്രമാത്രം മാമോൻ്റെ അടിമകളായിപ്പോയി എന്ന് തിരിച്ചറിയാൻ അവസരമായി നിങ്ങളതിനെ പ്രയോജനപ്പെടുത്തും. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, 2 സാധ്യതകളെ മനുഷ്യർക്കുള്ളൂ. ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക. ഇതിൽ വ്യക്തതയുണ്ടാകണം. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 1 വിശ്വാസത്തിൻ്റെ മാർഗം, 2 അന്ധവിശ്വാസത്തിൻ്റെ മാർഗം. ഇത് നമ്മുടെ വ്യത്യാസം എന്താണ്? അന്ധവിശ്വാസത്തിൻ്റെ മാർഗം മാമോൻ്റെയും വിശ്വാസത്തിൻ്റെ മാർഗം ദൈവത്തിൻ്റെതുമാണ്. വ്യക്തമാണ്. യേശു നൽകിയ വ്യക്തത നാം പ്രയോജനപ്പെടുത്തണം. 2 വഴി, യേശു പറഞ്ഞ 2 വഴികളുണ്ട്. മാമോൻ്റെ വഴി വിശാലമുള്ളതും, വിശാലം എന്ന് പറഞ്ഞാൽ ഭൗതികമായ നേട്ടങ്ങൾ, ലാഭങ്ങൾ. ദൈവത്തിൻ്റെ മാർഗം ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. അത് സത്യത്തിൻ്റെ വഴിയാണ്, അത് മനുഷ്യത്വത്തിൻ്റെ വഴിയാണ്, അത് മനുഷ്യ മാഹാത്മ്യത്തിലേക്ക്, മനുഷ്യ അന്തസ്സിലേക്ക് നമ്മെ വഴി നടത്തുന്നതാണ്. അത് യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വം പ്രാപിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ്. മറ്റേതോ നമ്മുടെ എല്ലാ നന്മകളെയും നശിപ്പിച്ച് മാമോൻ്റെ അടിമകളാക്കി. മുടിയനാപുത്രൻ്റെ അവസാനത്തെ അവസ്ഥ നമുക്കറിയാം. അവൻ പന്നികളുടെ ഇടയിലിരുന്ന് പന്നികൾ കഴിക്കുന്ന വാളവര കൊണ്ടും വയറ് നിറയ്ക്കാനായി ശ്രമിച്ചിട്ടും അതുകൊണ്ടും അവന് ആയില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അവസ്ഥയുടെ ശൂന്യത, അതിൻ്റെ മർമ്മഭേദകമായ അധപ്പതനമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നാം തിരിച്ചറിഞ്ഞാൽ മതിയാകുകയുള്ളൂ. അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് മാമോൻ്റെ വഴിയാണ്. കാരണം അന്ധവിശ്വാസത്തിൽ കൂടെ മാത്രമേ ലാഭമുണ്ടാകുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ആലപ്പുഴ കൃപാസനത്തിൽ പോയാൽ അവിടെ കോടികൾ കൊയ്യുന്നു. അത് അന്ധവിശ്വാസത്തിൽ കൂടെയാണ്. നിങ്ങൾ സുവിശേഷം ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവികമായ അച്ചടക്കത്തിൽ സുവിശേഷ വേല ചെയ്തിട്ട് പണമുണ്ടാക്കുക നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. പണത്തിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നത് ശപിക്കപ്പെട്ട അവസ്ഥയാണ് എന്ന് സുവിശേഷങ്ങളും അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളും ഒരു പരിധി വരെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളും നമ്മെ ഉത്ബോധിപ്പിക്കുന്നില്ലേ? ഇവിടെ ആർതർ ഷോപ്പനോവർ പറഞ്ഞൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം പറയുന്നത്, മനുഷ്യന് വിശ്വാസമില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ അന്ധവിശ്വാസമില്ലാതെ അവന് ജീവിക്കാൻ സാധ്യമല്ല. കാരണം മാനുഷികമായി മാത്രം ചിന്തിക്കുന്നവർക്ക് അവർ ഈ ലോകത്തെ കാണുന്നതും ദൈവത്തെ കാണുന്നതും മതത്തെ കാണുന്നതും എല്ലാം എന്തെങ്കിലും കിട്ടണമെന്ന താല്പര്യത്തിൽ മാത്രമാണ്. മോഹം, 10 കൽപ്പനയിൽ പറയുന്നത് നിങ്ങൾ മോഹിക്കരുത്. അതിമോഹം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ അവൻ്റെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ, ആ ഒരു മനസ്ഥിതിയിൽ വെച്ച് ഒരു വ്യക്തി ചിന്തിക്കുകയും തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യത ഏത് വഴിയാണ്? അത് മാമോൻ്റെ വഴി തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കൃപാസനത്തിൽ പോയാൽ ഇസ്രയേലിൽ പോകാൻ ടിക്കറ്റും വിസയും കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ ഒഴുകിച്ചെല്ലും. അല്ല, കാനഡയിൽ ജോലി കിട്ടും. അത് യേശുവിനോടുള്ള താല്പര്യം കൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടോ പിതാവായ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ ആണെന്ന് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഒന്നാന്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ഭ്രാന്തണ്ടായിരിക്കണം. അത് മാമോനോടുള്ള ആ പ്രീതി കൊണ്ട് മാത്രമാണ്. എന്നാൽ അതാണ് വലിയ ഭക്തി. ആ ഭക്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാധൂകരണം, ഒരു ലെജിറ്റിമൈസേഷൻ ഉണ്ടാകണമെങ്കിൽ യേശുവിനെ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിനുള്ള ഏകമാർഗം കന്യാമറിയാമിനെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുക എന്നതാണ്. ഇപ്പോഴുള്ള പോപ്പ് ലിയോ വ്യക്തമായി പറയുന്നു, നിങ്ങൾ കന്യാമറിയാമിനെ ആരാധിക്കരുത്, ദൈവതുല്യമായ വ്യക്തിത്വം അവർക്ക് കൽപ്പിക്കരുത്, ദൈവത്തിൻ്റെ സഹരക്ഷകയായി അവരെ കരുതരുത്. ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ്? കത്തോലിക്കർ പോപ്പ് പറഞ്ഞാൽ അനുസരിക്കണം എന്നത് അവരുടെ ഏറ്റവും വലിയ പ്രമാണമാണ്. പക്ഷേ ഈ കാര്യം വരുമ്പോൾ, കാരണം കോടിക്കണക്കിന് രൂപ നഷ്ടം വരും എന്നതുകൊണ്ട് അന്ധവിശ്വാസം ഉപേക്ഷിക്കാൻ കൃപാസനത്തിലെ ഔസേപ്പച്ചനെ പോലെയുള്ള ആൾ ഒരിക്കലും തുനിയത്തില്ല. അവർ ഇന്നും വലിയ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു ഉപാധിയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ വയ്യ, പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ വയ്യ, പിതാവായ ദൈവത്തെ ഉപയോഗിക്കാൻ വയ്യ, ത്രിത്വത്തെ ഉപയോഗിക്കാൻ വയ്യ എന്നതുകൊണ്ട് പിന്നെയുള്ള ആകപ്പാട് ശരണമെന്ന് പറയുന്നത്, ശരണമയ്യപ്പ എന്ന് പറയുന്ന പോലെ ശരണം കന്യമറിയാമേ എന്നതാണ് കൃപാസനം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്ന വെല്ലുവിളി. ശരണം കന്യമറിയാമേ, ശരണം അറിയാമേ, ഏകശരണം. മനുഷ്യരെ കളിപ്പിച്ച്
അവരുടെ മുതൽ കൈക്കലാക്കാനുള്ള മാർഗത്തിൻ്റെ ഏക ശരണം ശരണമയ്യപ്പോ എന്ന് പറയുന്നത് പോലെ ശരണമറിയാമേ എന്നതാണ് നമ്മുടെ അവസ്ഥ. ഇതൊരിക്കലും വിടത്തില്ല എന്ന് മാത്രവുമല്ല, ഇതിപ്പോൾ ഔസേപ്പച്ചനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അന്ധവിശ്വാസം കൊണ്ട് മാത്രമേ ആശ്വാസം പ്രാപിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഔസേപ്പച്ചൻ മാത്രമാണ് വെളിച്ചം. അവരുടെ വെളിച്ചം യേശുക്രിസ്തു അല്ല, ഔസേപ്പച്ചനാണ്. അവിടെ എത്ര പറഞ്ഞാലും ഈ സത്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയില്ല. അവിടെ അന്ധകാരം ഒറ്റ നിൽക്കുന്നു. കൂരിരുൾ താഴ്വരകളെ മാത്രമല്ല, മനുഷ്യ ഹൃദയങ്ങളെ മൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ വചനസത്യം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടെത്തിക്കുക എന്ന ക്ലേശമേറിയ ഒരു അധ്വാനം, അതിൽ നിങ്ങളും പങ്കെടുക്കണം എന്ന് സവിനയം ഏവരോടും അപേക്ഷിച്ചുകൊണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന യേശുവിൻ്റെ ആശ്വാസമേറിയ വചനം ഒരിക്കൽ കൂടെ നമ്മളെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ദൈവം നല്ല ബുദ്ധി നൽകുമാറാകട്ടെ.